സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ വീടുകളിലൊക്കെ സൈഡിലൊക്കെ നിന്ന് ചുമ്മാ കൊഴിഞ്ഞു പോണ ഒരു സസ്യമാണ് ഇരുമ്പമ്പുളി. ഇതിൻ്റെ ഒത്തിരി പ്രയോജനമുണ്ട്. ഒരു 12 പ്രയോജനങ്ങളെക്കുറിച്ചാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിന് ഒരു 8-10 മീറ്റർ ദൂരം പൊക്കേ ഉള്ളൂ. ഇഷ്ടം പോലെ കുടില പോലെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. ഇതിനെ ഓർക്കാപ്പുളി എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ ചിലിമ്പിക്ക എന്ന് പറയാറുണ്ട്. മീൻകറിയിലിടാൻ ബഹുവിശേഷമാണ് ഈ സാധനം കേട്ടോ. മറ്റേ എല്ലാ പുളിയേക്കാളും ഈ സാധനം അരിഞ്ഞ് നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് ഈ മീൻകറിയിലിട്ട് കറി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ചാളിയായാലും എന്നാ കറിയാണെങ്കിലും വളരെ രസ്യനാണ്. അച്ചാറിടാൻ ഉപയോഗിക്കാം കേട്ടോ. നല്ല രസമായിട്ടുള്ള അച്ചാറാണ്. ഇന്തോനേഷ്യയിലും മൊറോക്കോയിലും ഒക്കെയാണ് ഇത് കൂടുതൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും ഈ പറയുന്ന ഇരുമ്പമ്പുളി കാണാൻ സാധിക്കും. അതിൻ്റെ ഇലയും നല്ലതാണ് കേട്ടോ. ഇല, കായ എല്ലാം അത് ചുമ്മാ അരച്ചിട്ട് ചൊറിച്ചിലിന് നല്ലതാണ്. നീർവീക്കം ഉണ്ടാകുന്നിടത്തും തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുറഞ്ഞു കിട്ടും. തടിപ്പിന് നല്ലതാണ്. വാദത്തിന് വളരെ ബഹുവിശേഷമാണിത്. ഇതുപോലെ തന്നെ മുണ്ടിനീരുണ്ടാകുമ്പോൾ അരച്ചിട്ട് മുണ്ടിനീരിൻ്റെ ഭാഗത്ത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും മുണ്ടിനീര് പെട്ടെന്ന് പറ്റും. ഇതുപോലെ വിഷജന്തുക്കൾ കടിക്കുക എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഇലയും ഒക്കെ അങ്ങോട്ട് അരച്ചിട്ടാൽ മതി. നമ്മുടെ മുണ്ടിൽ അല്ലെങ്കിൽ ഷർട്ടിലൊക്കെ ഈ തുരുമ്പിൻ്റെ കറ ഇട്ട് ആയി കഴിഞ്ഞാൽ ഈ സാധനം അരച്ചിട്ട് ചിലിമ്പിക്ക് അരച്ചിട്ട് അവിടെ അങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകി കഴിയുമ്പോൾ സാധനം കറ എവിടെയുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ പിച്ചളപാത്രമില്ലേ, പിച്ചളപാത്രങ്ങൾ തേക്കാനായിട്ട് നല്ല കളർ കിട്ടും, ഗ്ലേസിങ് കിട്ടും പിച്ചളപാത്രത്തിന്. പിച്ചളയൊക്കെ ക്ലാവ് പോയിട്ട് നല്ല പിച്ചള ഇത് കിട്ടും. ഇതിൽ ഉപ്പിലിടാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ഉപ്പിൻ്റെ ആ ലായനി ഉണ്ടല്ലോ, ഉപ്പിലിട്ടിട്ട് ആ ലായനി എന്നതാണ് കഴിച്ചു കഴിഞ്ഞാൽ കളയണ്ടാന്ന് ചുരുക്കം. ഈ ഉപ്പിലിട്ടിട്ട് അതിൻ്റെ ലായനി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് കുറഞ്ഞ് കിട്ടും. നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിൻ്റെ അംശം തടിയന്മാർക്ക് വളരെയേറെ സഹായമാണ്. ഇതുപോലെ തന്നെ അതിൻ്റെ വൈനും BP കുറയ്ക്കാനൊക്കെ സഹായമാണ്. ഈ ചിലിമ്പിക്ക ഈ ഇരുമ്പമ്പുളിയും കൊണ്ട് വൈൻ പോലെ ഉണ്ടാക്കാമെന്ന് കെട്ടിവെച്ചിട്ട് അത് BP കുറയ്ക്കാൻ സഹായമാണ്. ഇതുപോലെ തന്നെ ഇത് മീനിൻ്റെ ഉളുമ്പ്, അപ്പോൾ ചില മീൻ വെട്ടണതിന് മുമ്പായിട്ട് ആ സാധനത്തിന് ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് സഹായമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിൻ്റെ മൂലയ്ക്ക് പോയി ഇരുമ്പമ്പുളി ഉണ്ടാക്കി വെറുതെ കളയണ സാധനം അത് ഉപ്പിലിട്ടും അല്ലാതെയും അതിൻ്റെ ഇലയും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് നമുക്ക് നല്ല സാധനങ്ങളെല്ലാം നമ്മൾ കളഞ്ഞിട്ട് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് കയറ്റിക്കൊണ്ട് തന്നെ എന്നതാണ് ഈ വിഷം അടിച്ച സാധനങ്ങൾ നമ്മൾ കഴിക്കാതെ നല്ല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇതുകൊണ്ട് കറി ഉണ്ടാക്കാം. ഒന്നാം തരം കറിയാണ് ഈ ഇരുമ്പമ്പുളിയുടെ കറി. നല്ല ഒരു പുളിയുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. സ്നേഹം വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അടുക്കള മരുന്നുകളുടെ കൂട്ടത്തിലാണ് ഞാനിതൊക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒത്തിരി തലങ്ങളെക്കുറിച്ച് ഇപ്പം തന്നെ 357ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 40 മുതൽ ഇപ്പോൾ 17 വീഡിയോ നമ്മുടെ അടുക്കള മരുന്നുകൾ, അടുക്കളയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ഇട്ട് കഴിഞ്ഞു. അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനും ശരീരത്തിനും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.